ഹായ് എവരി വൺ, എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ബ്രെഡും എഗ്ഗും ചീസും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് റെസിപ്പിയാണ്. ഈ റെസിപ്പിക്ക് വേണ്ടി ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ തേച്ച് കൊടുക്കുക. പിന്നീട് 2 സ്ലൈസ് ബ്രെഡ് മുറിച്ചിട്ട് അതിൻ്റെ ഇരുവശങ്ങളും ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത ശേഷം ബ്രെഡ് ഒന്ന് ചൂടാറാൻ മാറ്റിവെക്കുക. അടുത്തതായി മറ്റൊരു പാത്രത്തിൽ 7-8 മുട്ട ഒഴിച്ച് അത് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് അത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറമായാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ബ്രെഡ് ഒരു ചെറിയ തവി കൊണ്ട് എല്ലാ വശങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിഭാഗം വെന്ത് കഴിഞ്ഞാൽ മുട്ട മറിച്ചിട്ട് കൊടുക്കാം. പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്ത് ബ്രെഡ് ഇല്ലാത്ത വശത്ത്, അതായത് മറിച്ചിട്ട ശേഷം അതിന് മുകളിലായി ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുക. അതിനു മുകളിലായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ചീസാണ് ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അവസാനമായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ടൊമാറ്റോസ് വെച്ച് കൊടുക്കാം. ചെറിയ തക്കാളി ഇല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനു മുകളിലായി കുറച്ച് മല്ലിയിലയും ബാക്കിയുള്ള ചീസ് കൂടി ഇട്ട് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. ചീസി ഓംലെറ്റ് റെസിപ്പി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. See you with another video. Thanks for watching.